ഏവർക്കും നമസ്കാരം. അങ്ങനെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം എന്ന് വേണം പറയാനായിട്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് എല്ലാ ആഴ്ചയും ഒരു വീഡിയോ മിനിമം നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതായിരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജസ് കിട്ടുന്ന സമയത്താണ് വീണ്ടും ഞാൻ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഇന്ററാക്ട് ചെയ്യാൻ ഇത് മാത്രമേ ഉള്ളൂ ഒരു മാർഗം. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു ഡിലേ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ആത്മാർത്ഥമായിട്ട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാതെ വരുന്നത് എൻ്റെ ഞാൻ ദുബായ് വിട്ടു പോകുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും അതിന്റെ സ്ട്രെസ്സും ഒക്കെ ആയിരിക്കണം. പക്ഷെ അതൊന്നും മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷെ എന്തിനാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് സംസാരിക്കുന്നത് എന്ന് കരുതിയിട്ടാണ്. അപ്പൊ അറിയാതെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആത്മാർത്ഥതയുടെ ശകലം വന്നു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയായിരിക്കും പറയുന്നുണ്ടാവാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനിങ്ങനെ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പുതിയ സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റഡ് ആവാനായിട്ട്. അതിൻ്റെ ഒരു ഓഫ്കോഴ്സ് ആ ഒരു സ്ട്രഗിൾ അതൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ഓസ്ട്രേലിയയെ കുറിച്ച് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 7:15 ഇതിന് ഞാൻ ഞങ്ങളുടെ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന എനിക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. 7:15 PM ഓസ്ട്രേലിയൻ സമയം 7:15 PM ആയ സമയത്തുള്ളൊരു കാഴ്ചയാണിത്. അത്രയും ലോങ് ആയിട്ടുള്ള ഡേ ആണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോകുന്നത്. അത് മാത്രമല്ല വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വെതറാണ് ഇവിടുത്തെ എന്നാണ് എനിക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കാരണം 2 ദിവസം മുൻപ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മഴയായിരുന്നു. ഈ സമയത്തൊന്നും പുറത്ത് നിൽക്കാനേ പറ്റില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തണുപ്പ് അത്രയ്ക്കാണ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ചൂട് എനിക്ക് നന്നായിട്ട് ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം തണുപ്പ് വല്ലാത്തത് എനിക്ക് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കുഴപ്പമില്ല, പക്ഷെ നല്ല തണുപ്പ് ഫീൽ ചെയ്യും. ഏർലി മോർണിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 6-6:30 ആകുമ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടെയൊക്കെ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 10 to 15 വരെയാണ് ഡേ ടൈമിൽ പോകുന്നുള്ളൂ. ലേറ്റ് ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പ് ഫീൽ ചെയ്യും. ഈ സമയത്തൊന്നും ബാൽക്കണിയിൽ വന്ന് നിൽക്കാൻ സാധിക്കാറില്ല. സമ്മറിലേക്കാണ് ഓസ്ട്രേലിയ പോകുന്നത് എന്ന് ഓർക്കണം കേട്ടോ. ആ സമയത്ത് കാണുന്ന ഒരു ടെമ്പറേച്ചറാണിത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല മഴയുണ്ടായിരുന്നു, ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ ഇന്ന് ഡേ ടൈമിൽ ഏകദേശം നൂൺ ടൈമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊന്ന് കുറച്ചൊന്ന് പുറത്തിറങ്ങി. അത് മാത്രമല്ല ഞങ്ങളിപ്പോഴും എയർബിഎൻബിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു വീട് കണ്ടെത്തണം, റെന്റ് കാറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഒരു കാറ് എടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ തുടക്കം കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ ഇനിയിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിൻ്റെതായ കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനിടയിൽ എൻ്റെ ഇമോഷൻസ്, എൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. കാരണം ഓഫ് കോഴ്സ് ദുബായ് എന്ന് പറയുന്ന ആ ഒരു എമിറേറ്റ് വിട്ട് ഇങ്ങോട്ട് വരുന്നതും ഇവിടെ സെറ്റിൽഡ് ആവുന്നതൊന്നും ഓൾ ഓഫ് എ സഡൻ അല്ലെങ്കിൽ ഒരു അർദ്ധരാത്രി കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നടക്കുന്ന കാര്യമൊന്നുമല്ല. അതിൻ്റെതായ പ്രശ്നങ്ങളിലൂടെ ഇഷ്യൂസിലൂടെ ഒക്കെ പോകുന്നുണ്ട്. അതിനിടയിൽ വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് പുറത്തു പോകാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഒരു 7:15 സിറ്റുവേഷനാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. പക്ഷേ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 മണിയോടുകൂടി ഇവിടുത്തെ മേജർ ഔട്ട്ലെറ്റ്സ് ഒക്കെ ക്ലോസ് ഡൗൺ ചെയ്യും. അതായത് ഷോപ്പിംഗ് മോൾസിൽ നോക്കിക്കഴിഞ്ഞാൽ ചില പബ്ബുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഔട്ട്ലെറ്റ്സ് മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഭൂരിഭാഗവും ഒരു 5 മണിയാകുമ്പോഴേക്കും അടയ്ക്കും. നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ചില റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആയിരിക്കും, പക്ഷേ സാധാരണ നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോവുകയാണെങ്കിൽ, ഒരു ഷോപ്പിംഗ് മോളിൽ പോവുകയാണെങ്കിലൊക്കെ മേജർ ഔട്ട്ലെറ്റ്സ്, അത് ഗാർമെന്റ്സ് ആണെങ്കിലും ഫുഡ് ഔട്ട്ലെറ്റ്സ് ഒക്കെ ആണെങ്കിലും മിക്കതും അടച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുക. അപ്പോൾ ദുബായിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഡൈജസ്റ്റ് ആവണമെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലും ഇപ്പോൾ കറങ്ങാൻ പോകുന്ന സമയത്ത് കമ്പാരിസണാണ്, ദുബായുമായി മെൽബണുമായിട്ടുള്ള കമ്പാരിസൺ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പോയിന്റ്സ് ഒന്നും മെൽബൺ ഇട്ട് തുടങ്ങാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മെൽബണെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ അവസാനം ഞാൻ ദുബായിയെ കുറിച്ചായിരിക്കും കൂടുതൽ പറഞ്ഞു തുടങ്ങാം എന്നെനിക്കൊരു സംശയമുണ്ട്. അവസാനം ഇവർ മെൽബൺകാർ ചിലപ്പോൾ എന്നെ ഓടിച്ച് പുറത്താക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം പോകാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വീഡിയോ ചെയ്യുന്നത് മാത്രമാണ് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അത് നല്ല മടിയായതുകൊണ്ട് അതും ചെയ്യുന്നില്ല. അവസാനം ഞാൻ സമയം പോകാൻ ചെയ്തൊരു കാര്യമാണ് എൻ്റെ ഹെയർ കട്ട്. കണ്ടോ, ഞാൻ തന്നെ ഹെയർ കട്ട് നടത്തി.
വെറുതെ ഒരു ഫണ്ണായിട്ട് ചെയ്തതാണ്, ഒരു പരീക്ഷണം. വെറുതെ അല്ല ചില ടിക്ടോക്കേഴ്സൊക്കെ എന്നിട്ട് മൂടിയൊക്കെ തന്നെ വെട്ടുന്ന വീഡിയോ ഒക്കെ എടുത്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, സമയം പോണ്ടേ. അപ്പോൾ എനിവേ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. 2 ദിവസം മുൻപ് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വീക്കെൻഡാണ്, 2 ദിവസം ഒന്നല്ല കേട്ടോ. സാറ്റർഡേ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് മെൽബൺ സെൻട്രലിലേക്ക് പോയി. മെൽബൺ സെൻട്രൽ എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ കാരണം പാർക്കിംഗ് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ദുബായിൽ ചില സമയത്ത് ഷോപ്പിംഗ് മോൾസിലൊക്കെ പോയി കറങ്ങിത്തിരിച്ച് നടക്കുമ്പോൾ പാർക്കിംഗ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിക്കാറുണ്ടല്ലേ. പക്ഷെ ഇത് അതൊന്നുമല്ല, അതിലപ്പുറമാണ്. ഇവിടെ പാർക്കിംഗ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ അടുത്ത് ഒരു ഷോപ്പിംഗ് മോളിൽ പോയ സമയത്ത് 1 മണിക്കൂർ പാർക്കിങ്ങിന് കൊടുക്കേണ്ടി വന്നത് $12 ഓസ്ട്രേലിയൻ ആണ്. 1 മണിക്കൂറിന് $12 ഓസ്ട്രേലിയൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് എന്തൊക്കെയോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇമോഷൻസ് വരും. അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ദുബായ് ആയിട്ടാണല്ലോ. എനിവേ സ്ലോലി ഞാൻ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കും, നല്ല കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ശ്രമം നടത്തുമെന്ന് തോന്നുന്നു. അങ്ങനെ മെൽബൺ സെൻട്രലിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഈ സമയത്ത് 7 മണിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്, വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ച് ദൂരം നടന്നു, എല്ലാവരും കൂടിയിട്ട് 2 ഫാമിലിയും ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ കുറേ ദൂരം നടന്ന് ട്രാം എടുത്തിട്ടാണ് പോയത്. ട്രാം എടുത്ത് അപ്പോൾ പിന്നെ പാർക്കിങ്ങിനെ കുറിച്ച് ഹെഡേക്ക് വേണ്ടല്ലോ. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്കറിയില്ല, കാലാണെങ്കിൽ ട്വിസ്റ്റ് ആവും ചെയ്തു എൻ്റെ. അങ്ങനെ ആ പതുക്കെ നോണ്ടി ആണ് ഞാനിങ്ങനെ നടന്നത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസ് ആണ് ഞാൻ ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. മെൽബൺ സെൻട്രൽ ആ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ. ഇപ്പോൾ മെൽബൺ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. നമ്മളിപ്പോൾ ദുബായ് മോളിലെ റെയിൽവേ സ്റ്റേഷൻ അറിയാമല്ലോ, നമ്മുടെ മെട്രോ സ്റ്റേഷൻ കണക്റ്റഡ് ആകുന്ന പോലെ തന്നെ. അതുമായിട്ട് നമുക്ക് ദുബായ് മോളായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓയസിസ് മോളൊക്കെ ആയിട്ടാണ് എനിക്ക് കമ്പയർ ചെയ്യാനായിട്ട് തോന്നിയത് ഇതിനെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പറയുമ്പോൾ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ പറയണം. കമ്പയർ ചെയ്യാൻ തോന്നിയത്. പിന്നെ ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ഏരിയയിൽ പോകുന്ന സമയത്ത് മാസ്ക് വെക്കണം എന്നില്ല. അതേസമയം ഷോപ്പിംഗ് മോൾസിൽ, ട്രാമിൽ, ദെൻ ടാക്സിയിലൊക്കെ കയറുന്ന സമയത്ത്, ഊബറൊക്കെ എടുക്കുന്ന സമയത്ത് മാസ്ക് കമ്പൽസറി ആണ്. സൂപ്പർ മാർക്കറ്റ്സിൽ കയറുന്ന സമയത്ത് മാസ്ക് കമ്പൽസറി ആണ്. എന്നാലും പൊതുവെ ആളുകൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെയും ഏകദേശം ഒരു 85-90% ഒക്കെ ആളുകൾ വാക്സിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ മെൽബൺ സെൻട്രൽ അതിൻ്റെ വിഷ്വലാണ് ഞാൻ ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നുമല്ല. പല ഔട്ട്ലെറ്റ്സും അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നുള്ളത് സന്തോഷപൂർവ്വമല്ല, കുറച്ച് ദുഃഖത്തോടെ ഞാൻ അറിയിക്കുന്നു. കാരണം നമുക്ക് അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റഡ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നു തോന്നുന്നു. അതുപോലെ ഫുഡ് ഔട്ട്ലെറ്റ്സ് നമുക്ക് TGI ഫ്രൈഡേ ആണ് നമ്മൾ ഏറ്റവും നോക്കിയത്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഔട്ട്ലെറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ 8 മണി വരെ ആളുകളെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാത്ത പക്ഷം നമ്മൾ ബുക്കിംഗ് എടുത്തിരിക്കണം. പക്ഷെ ബുക്കിംഗ് എടുക്കാത്തതുകൊണ്ട് അതിൽ കയറാൻ പറ്റിയില്ല. പിന്നെ അവിടെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ ബൗളിംഗ് സെൻറ്റർ പോലുള്ള ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ 18 ബിലോ ആയിട്ടുള്ള കുട്ടികൾക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. അപ്പം അതും നടന്നില്ല. അങ്ങനെ ഈ തണുപ്പത്ത് മഴയത്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന് അവസാനം അവിടെയുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോണ്യുമെന്റ് എന്ന് വേണം പറയാനായിട്ട്. അതിന്റെ വിഷ്വൽസ് ആണ് ഇനി കാണാൻ പോകുന്നത്. മെൽബൺ സെൻട്രലിന്റെ ഹെറിറ്റേജ് എന്ന് പറയുന്നത് അതിന് ഒത്ത നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആ വലിയൊരു ടവർ ആണ്. അതിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂപ്സ് ഷോട്ട് ടവർ എന്നാണ്. 1889 ഇതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അത്രയും പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഈ ടവറാണ് നടുവിലായിട്ട് നിൽക്കുന്നത്. ഈ ഒരു മെൽബൺ സെൻട്രലിന്റെ നടുവിലായിട്ട് നിൽക്കുന്നത്.
ഇത് 1940 വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ മെൽബണിലെ ഏറ്റവും ടോളസ്റ്റ് ടവർ എന്നുള്ള പേര് ഇതിന് സ്വന്തമായിരുന്നു. 1889 കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് അതിന് ചുറ്റുമായിട്ട് ഈ ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ മെൽബൺ സെന്റർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിന് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പല രാജ്യങ്ങളും ശ്രമിക്കുന്നത് പോലെ തന്നെ മെൽബണിലും ഒരു ശ്രമം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള 1-2 പോയിന്റ്സ് ആണ് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. പക്ഷെ കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഷോപ്പിംഗ് സെന്റേഴ്സ് അല്ലെങ്കിൽ പല ഔട്ട്ലെറ്റ്സും അടഞ്ഞു കിടക്കുകയാണല്ലോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഒരു സങ്കടത്തോടെ ഓർത്തത്. പിന്നെ ഫുഡ് ഔട്ട്ലെറ്റ്സ് നമുക്ക് പരിചയമുള്ളതൊക്കെ ക്ലോസ് ആയി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും തണുത്ത് വരച്ചുകൊണ്ട് നമ്മൾ മെൽബൺ സെൻട്രൽ ആ ഒരു കോംപ്ലക്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡിലൂടെ കുറച്ചു നേരം നടന്നു. അപ്പോഴൊക്കെ കുറച്ച് മഴ, ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അംബ്രല്ലൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അല്പം കാലൊക്കെ മുടന്തി കുറച്ചൊരു കാലൊക്കെ വേദനയോട് കൂടിയിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത് ഞാൻ. അതിനിടയിൽ വരുന്ന സമയത്ത് ഹോട്ട് പോട്ട് നമ്മുടെ ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് കണ്ടു. അങ്ങനെ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ അന്ന് ഡിന്നർ കഴിക്കാനായിട്ട് പോയത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റ്സിൽ പോകുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാൻ പവറെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത്യാവശ്യം ഒരു എത്രയുണ്ടാവും, ഒരു 10-40 പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 30 കൂട്ടിക്കോ, 30-35 പേർക്ക് ഇരിക്കാവുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് കൂടി എനിക്ക് കാണാൻ സാധിച്ചത് 3-4 സ്റ്റാഫ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട് പോട്ടിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് പിക്ക് ചെയ്യാം. അത് സീ ഫുഡ് ഐറ്റംസ് ആവാം, മീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് വെജിറ്റബിൾ, എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. അത് നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. നല്ല കാര്യങ്ങൾ കണ്ടെത്താനായിട്ടൊരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. എന്തായാലും അതിനുശേഷം കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ പിക്ക് ചെയ്തു. അതൊക്കെ ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് പേ ചെയ്യേണ്ടി വരാം. ഓൾമോസ്റ്റ് ഞങ്ങൾ 2 ഫാമിലി ആയിരുന്നു. 2 ഫാമിലിക്കും കൂടി ഇവിടുത്തെ ഒരു $80 ഓസ്ട്രേലിയൻ ആണ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. അതിപ്പോൾ ഏകദേശം അവിടുത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 210 ദിറംസ് ആയിരിക്കും വേണ്ടി വരാം. പക്ഷേ ഇനഫ് ആൻഡ് മോർ ആയിരുന്നു. ഞങ്ങൾ ഏകദേശം 7 പേര്, കുട്ടികളടക്കം 7 പേരുണ്ടായിരുന്നു. അവർക്ക് ധാരാളമായിട്ട്, അതായത് ക്വാണ്ടിറ്റി വൈസും ക്വാളിറ്റി വൈസും ഫ്രഷ്നെസ് വൈസും കിടിലനായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ആംബിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ദുബായിൽ കാണുന്ന ആ ഒരു ലക്ഷറി ആംബിയൻസ് അല്ലെങ്കിൽ അത്രയും ഭയങ്കര അതൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല.
പല സമയത്ത് ഇപ്പോൾ ഫ്രഷ് വാട്ടർ എടുത്ത് ടേബിളിൽ വെക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക. അത് ഒന്ന് നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെന്താണ്, അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ഒരു സ്ട്രീറ്റ് പെർഫോമൻസ് കണ്ടു. ആ സ്ട്രീറ്റ് പെർഫോമൻസ് കാണാൻ ക്യാപ്ചർ ചെയ്യാനായിട്ട് കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഏകദേശം ഒരു 10:30-11 ആവുന്ന സമയത്താണ് ഇവിടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. വീണ്ടും ഒരു ട്രാം എടുത്ത് തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നടന്നിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ പോലെ തന്നെ 1-2 കാര്യങ്ങൾ, ഒന്ന് ഞാൻ പുതിയ കാര്യങ്ങളുമായിട്ട് അഡാപ്റ്റഡ് ആവാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് ഭയങ്കര ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിൻ്റെയും ആയിരിക്കാം. പതുക്കെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മളെപ്പോഴും 10-16 വർഷമായിട്ട് ജീവിച്ചിരുന്ന ദുബായിയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കും, അതുമായിട്ട് കമ്പയർ ചെയ്യും. അത് നല്ലതല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മനസ്സ് നിൽക്കാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാനായിട്ട് വീണ്ടും വൈകുന്നത് എന്ന കാര്യം അറിയിക്കുന്നു. സന്തോഷവും അറിയിക്കാൻ പറ്റില്ല. ചില സമയത്തൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ സന്തോഷത്തോടെ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ സ്ലോലി കാര്യങ്ങളൊക്കെ ബാക്ക് ടു നോർമൽ ആവുന്നു. ഞാൻ ഇതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവും എന്നൊക്കെ കരുതുന്നു. ഇനിയിപ്പോൾ സമ്മർ ആവുമ്പോൾ കുറച്ചൊന്നും എനിക്ക് ഭേദമായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം അത്രയും തണുപ്പ് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ആയതുകൊണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അധികം ഡെവലപ്മെന്റ് ഒന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തതും അധികം എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും വീഡിയോ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമയവും ഞാൻ വീട്ടിലാണ് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കാര്യമായിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ. വീട്ടിൽ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഞാൻ വെറുതെ ഇരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ആ കൂടി ചെയ്യുന്നത് ഈ ഹെയർ കട്ട് തന്നെ ചെയ്തു എന്നുള്ളതാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്ന് ഞങ്ങൾ എന്താ പറയുക, ഒരു കാറ് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ സെയിൽസ് പേഴ്സൺ അത് പറയണം കേട്ടോ, എല്ലാവരും തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. ഭയങ്കര നല്ല വെൽ മാനേർഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ 23rd വന്നുള്ളൂ, ഒരു മാസം ആവുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹി സ്പെൻഡ് ഓൾമോസ്റ്റ് 10 minutes എന്താണെന്നറിയോ ബ്രീഫ് ചെയ്തത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മെൽബണിലെ ഏറ്റവും അടുത്ത് നിങ്ങൾ താമസിക്കുന്ന നോർത്ത് മെൽബൺ ആണല്ലോ നമ്മൾ താമസിക്കുന്നത്, അവിടെ നിന്ന് ഏറ്റവും അടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലം ഏതാണ്, അവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാനായിട്ട് കുറച്ചധികം സമയം അതിനു വേണ്ടി ഇത്രയും തിരക്കിനിടയിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 8-10 സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഞാൻ എൻ്റെ മോളെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി നോക്കണം എൻ്റെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ. എനിവേ ഇതാണ് കൺക്ലൂഷൻ. പല കാര്യങ്ങളുമായിട്ടും ഞാനിങ്ങനെ പതുക്കെ അഡ്ജസ്റ്റഡ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അതിൻ്റെതായ ചില സ്ട്രെസ്സിലൂടെയൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ പതുക്കെ ഞാൻ ഓവർകം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ എനിക്ക് മെസ്സേജസ് അയച്ച് വിശേഷങ്ങൾ തിരക്കുന്ന വീഡിയോ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളെന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട്, നിങ്ങൾ എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമായിരിക്കാം ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് സാധിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു.